കാലിഫോർണിയയിൽ അരനൂറ്റാണ്ടിന് മുൻപ് നടന്ന കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ പൊക്കി പോലീസ്. അതും അന്വേഷണത്തിൽ തുമ്പായത് വെറും ഒരു സിഗരറ്റ് പ്രയോഗത്തിൽ. 1977 ജനുവരി 31 രാത്രി സമയത്താണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. കാലിഫോർണിയയിലെ സാൻ ജോസ് നഗരത്തിലെ ലയൺസ് ഡെൻ ബാറിൽ കൂട്ടുകാർക്കൊപ്പം സമയം ചെലവഴിക്കാൻ പാർട്ടിക്കെത്തിയതായിരുന്നു 24-കാരിയായ ജീനറ്റ് റാൽസ്റ്റൺ. നൈറ്റ് മുഴുവൻ ബാറിൽ അടിച്ചു പൊളിച്ചു. ഇടയ്ക്ക് യുവതി ദാ ഇപ്പോ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. പക്ഷേ സമയം ഏറെയായിട്ടും പിന്നീട് അവർ തിരിച്ചു വന്നില്ല. പേടിച്ചു പോയ സുഹൃത്തുക്കൾ ഉടനെ തന്നെ പോലീസിൽ പരാതി നൽകി. അന്ന് രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയിട്ടും ആ യുവതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അടുത്ത ദിവസം രാവിലെ ബാറിന് തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റിന്റെ പാർക്കിംഗ് ലോട്ടിൽ ഒരു ഫോക്സ് വാഗൺ ബീറ്റിൽ കാർ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തി. അടുത്തു പോയി നോക്കുമ്പോൾ കാറിന്റെ ബാക്ക് സീറ്റിൽ ഒരു യുവതിയുടെ മൃതദേഹം. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെ അടയാളമായി കഴുത്തിൽ ഒരു ഷർട്ട് കെട്ടിയിട്ട നിലയിലായിരുന്നു മൃതദേഹം കിടന്നത്. ബലാത്സംഗത്തിനിരയായതിന്റെ ലക്ഷണങ്ങളും ഒറ്റനോട്ടത്തിൽ തന്നെ കാണാമായിരുന്നു. ജീനറ്റ് റാൽസ്റ്റണിന്റെ സുഹൃത്തുക്കൾ എത്തി മൃതദേഹം അവളുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. യുവതിക്ക് ആരെങ്കിലുമായും പ്രശ്നമുള്ളതായും അവർക്ക് അറിവില്ലായിരുന്നു. എന്നാൽ ഒരു അപരിചിതനായ വ്യക്തിക്കൊപ്പമാണ് ജീനറ്റ് ബാറിൽ നിന്ന് പോയതെന്ന് സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകി. യുവതിയെ കഴുത്തിങ്ങരിച്ച് കൊലപ്പെടുത്തിയ ഷർട്ടും കാറിൽ നിന്ന് കണ്ടെത്തിയ സിഗരറ്റ് പാക്കറ്റും പോലീസ് കസ്റ്റഡിയിലെടുത്ു. ഇവയിൽ നിന്ന് കണ്ടെത്തിയ വിരലടയാളവും DNA സാമ്പിളുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം തുടർന്നു. എന്നാൽ പലതവണ പരിശോധന നടത്തിയിട്ടും FBI-യുടെ ഫിംഗർ പ്രിന്റ് ഡേറ്റാബേസിലെ രേഖകളോട് ഒന്നും പൊരുത്തപ്പെട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു തുമ്പും കണ്ടെത്താനാകാതെ പോയതോടെ കേസ് ഏറെക്കുറെ അവസാനിപ്പിച്ച മട്ടായിരുന്നു. എന്നാൽ കേസ് ഏറ്റെടുത്ത ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് അറ്റോർണി റോബ് ബേക്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണവുമായി മുന്നോട്ടു പോയി. കഴിഞ്ഞ വർഷമാണ് അവസാന ശ്രമം എന്ന നിലയ്ക്ക് ക്രൈം സീനിൽ നിന്ന് ലഭിച്ച വിരലടയാളങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു പരിശോധന കൂടി നടത്തിയത്. അന്വേഷണത്തിൽ നിർണായകമായ സൂചനകളും ലഭിച്ചു. 2018 FBI നടത്തിയ സെർച്ച് അൽഗോരിതം അപ്ഡേറ്റ് ആണ് ഇത്തവണ തുണയായത്. സാൻ ജോസ് പോലീസിലെ വിരലടയാള വിദഗ്ധരാണ് ആ നിർണായക വിവരം കൈമാറിയത്. ഒഹിയോയിലെ ജെഫേഴ്സൺ സ്വദേശി വില്ലി യൂജിൻ സിംഗ്സിന്റെ വിരലടയാളവുമായി കരാറിൽ നിന്ന് ലഭിച്ച സാമ്പിളുകൾ ഒത്തുപോകുന്നതായി കണ്ടെത്തി. ആ സിഗരറ്റ് പാക്കറ്റായിരുന്നു നിർണായകമായത്. ക്ലീവ്ലാൻഡിലെ അഷ്ടബുല കൗണ്ടിങ്ങിലേക്ക് താമസം മാറിയിരുന്നു പ്രതി. അന്വേഷണ സംഘം അഷ്ടബുലയിലെത്തി സിംസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണിപ്പോൾ. ഏപ്രിൽ 9 പ്രതിയെ സാൻ ജോസിലെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഇയാൾക്കായി ഒരു അഭിഭാഷകനും ഹാജരായിട്ടില്ല. ഇതുവരെയും ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടില്ലെന്നാണ് വിവരം. സംഭവം നടക്കുമ്പോൾ 21-കാരനായിരുന്ന വില്ലി യൂജിൻ സിംസ് സാൻ ജോസിൽ നിന്ന് 70 കിലോമീറ്റർ അകലെ ഫോർട്ട് ഓർഡിലെ സൈനിക താവളത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ജീനറ്റിന്റെ കൊല നടന്ന തൊട്ടടുത്ത വർഷം മറ്റൊരു ക്രിമിനൽ കേസിൽ അറസ്റ്റിലായിരുന്നു ഇയാൾ. മൊണ്ടേററി കൗണ്ടറിൽ ഒരു യുവതിയെ കത്തി കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും കവർച്ച നടത്തിയതിനുമായിരുന്നു കേസ്. സംഭവത്തിൽ 4 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ജീനറ്റിന്റെ മകൻ അലൻ റാൽസ്റ്റൺ അന്വേഷണ സംഘത്തിന് നന്ദി പറഞ്ഞു. അമ്മ കൊലപ്പെടുമ്പോൾ വെറും 6 വയസ്സായിരുന്നു അലന്. പോലീസ് ഇപ്പോഴും കേസ് അന്വേഷണം തുടരുന്നുണ്ടെന്ന് ഒരു വിവരവും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അമ്മയുടെ ഘാതകനെ പിടികൂടാൻ പോകുകയാണെന്ന പോലീസ് ഫോൺ വിളിച്ചറിയിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. സ്വന്തം ജന്മദിനത്തിലാണ് ഈ സന്തോഷ വാർത്ത ലഭിക്കുന്നത്. ഇതിലും നല്ലൊരു ജന്മദിന സമ്മാനം വേറെ ലഭിക്കാനില്ലെന്നും അലൻ റാൽസ്റ്റൺ പ്രതികരിക്കുകയും ചെയ്തു.